Hello my dears, welcome to my YouTube channel Haru and Tanu. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പാക്ക് ചെയ്യാൻ പറ്റുന്ന 6 റെസിപ്പീസാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 2 റെസിപ്പീസും സ്നാക്സ് ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മഖാന ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ 2 റെസിപ്പീസും ചെയ്യുന്നത്. 200 ഗ്രാംസ് മഖാന നമ്മൾ ഒരു ഫ്രൈങ് പാനിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതായത് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കാതെ വെറുതെ ഒന്ന് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. കുറേയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് മഖാന. നമ്മുടെ നാട്ടിലേക്ക് അധികം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ബാംഗ്ലൂരൊക്കെ ഇവിടുത്തെ ലോക്കൽസൊക്കെ ധാരാളമായിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ എല്ലുകളൊക്കെ നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ ദഹനത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു സീഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിന് വളരെയധികം നല്ലതാണ്. ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനും ഇത് കഴിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറേയേറെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സ്നാക്ക് ഐറ്റമാണ് മഖാന. അപ്പം നമ്മളിങ്ങനെ മഖാന ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. ഇതിൻ്റെ കളറ് ലൈറ്റായിട്ട് ഒന്ന് മാറി തുടങ്ങും, ചെറുതായിട്ട് ഒന്ന് മാറി തുടങ്ങും. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ, അതായത് ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വരും. അതിൻ്റെ അർത്ഥം നമ്മുടെ മഖാന നല്ല കറക്റ്റായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്ന മഖാന ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇനി നമുക്ക് അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യിന് പകരമായിട്ട് നമുക്ക് എണ്ണയും ചേർക്കാവുന്നതാണ്. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. മഖാന ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ മുളക് പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അതിലേക്ക് പറ്റി പിടിക്കില്ല. നമ്മൾ ഇതുപോലെ ചെയ്താൽ മാത്രമേ അതിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെയ്യ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ചാറ്റ് മസാല ചേർക്കാം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഖാന കൂടി ചേർക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്ലേവേഴ്സൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ഇവിടെ റെഡിയാണ്. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ചാറ്റ് മസാലയുടെയും ഒക്കെ നല്ല ഫ്ലേവേഴ്സ് ഉണ്ടാകും. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ആദ്യത്തെ സ്നാക്കാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വീറ്റ് വേർഷൻ ഒന്ന് കണ്ടു നോക്കാം. സ്വീറ്റ് ആയിട്ടുള്ള മഖാന തയ്യാറാക്കാനായിട്ട് ഇതുപോലെ തന്നെ ഒരു പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർക്കാം. ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് ഞാനൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. ഇതുപോലത്തുള്ള ചില ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏലക്കായും പഞ്ചസാരയും പൊടിച്ചത് 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഉരുകി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മഖാന ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്. ആ ഒരു സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ഏലക്കായൻ്റെ നല്ലൊരു വാസനയും ഒക്കെ ആയിട്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം ബോട്ടിലിൽ സൂക്ഷിക്കാവുന്നതാണ്. എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ വേണം സൂക്ഷിക്കാനായിട്ട്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 മഖാനയുടെ റെസിപ്പീസാണ് നമ്മൾ കണ്ടത്. അടുത്ത ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇത് എത്രമാത്രം ക്രിസ്പിയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മൂന്നാമത്തെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ചെറുവേച്ചിൻ പരിപ്പ് 1/2 കപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാം. വേവിക്കാനായിട്ട് അധികം വെള്ളം ചേർക്കേണ്ട, കാരണം നമുക്കിതൊന്ന് വറ്റിച്ച് എടുക്കാനുള്ളതാണ്. ചെറുവേച്ചിൻ പരിപ്പ് നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പൊടിച്ച ശർക്കര ചേർക്കാം. അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ഒരു മധുരം മതി. അതിനായിട്ട് നമ്മളിവിടെ 2 ടീസ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വറ്റിച്ച് എടുക്കണം. നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയുടെയും ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ നെയ്യും ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഇരിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് ആകും. ഇത് നമ്മുടെ സാധാരണ ചപ്പാത്തി മാവാണ്. ചെറുപയറും പരിപ്പ് നന്നായിട്ട് ആറിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതുപോലെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ട് ചപ്പാത്തി പോലെ പരത്തിയെടുക്കാനായിട്ട്. എളുപ്പം ചെറുപയറും പരിപ്പ് ഒന്ന് തണുത്ത് കിട്ടാനായിട്ട് നമുക്ക് ഫാനിൻ്റെ അടിയിൽ കുറച്ച് നേരം വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. ഇതുപോലെ സ്റ്റഫ് ചെയ്തതിന് ശേഷം ചപ്പാത്തി പോലെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി ചുടുന്നത് പോലെ തവയിൽ നെയ്യൊക്കെ ചേർത്ത് ചപ്പാത്തി ചുട്ടെടുക്കാവുന്നതാണ്. ചെറുപയറും പരിപ്പിൻ്റെ സ്റ്റഫിങ് മുൻപത്തെ ദിവസം തന്നെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ചപ്പാത്തി ചുട്ട് സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്ത് എടുക്കാവുന്ന ഒരു ക്രേപ്പ് റെസിപ്പിയാണ്. ഇതിനായിട്ട് നമ്മൾ 1 കപ്പ് മൈദയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മൈദയ്ക്ക് പകരമായിട്ട് വീറ്റ് ഫ്ലോറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. 1 മുട്ട, ആവശ്യത്തിന് പാല്, 1 നുള്ള് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. 5-6 തുള്ളി വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ദോശ ചുടുന്ന തവയിൽ ക്രേപ്പ് തയ്യാറാക്കാം. പാൻ ഒന്ന് ചൂടായതിനു ശേഷം നമ്മളിവിടെ കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് പ്രിപ്പയർ ചെയ്ത് എടുക്കാനായിട്ട്. ഓവറായിട്ട് ഹീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഒരു തവിയിൽ നമുക്ക് കുറച്ച് കോഴി ഒഴിക്കാം. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് അപ്പുറത്തെ സൈഡ് കൂടി വേവിച്ചെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് നെയ്യൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ചുകൂടി ഹെൽത്തിയാണ്. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മുടെ ക്രേപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് ന്യൂട്ടെല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. റോൾ ചെയ്ത് നമുക്ക് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുക്കാം. അടുത്ത നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ലെഫ്റ്റ് ഓവർ ചപ്പാത്തി കൊണ്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു എഗ് റോളാണ്. ഞാനിവിടെ ഫ്രഷായിട്ട് തന്നെയാണ് ചപ്പാത്തി തയ്യാറാക്കിയെടുത്തേക്കുന്നത്. മുൻപത്തെ ദിവസം ചപ്പാത്തിയുടെ ഡോ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ചപ്പാത്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ചപ്പാത്തി തയ്യാറാക്കിയതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ഓർക്കണം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മറ്റേ സൈഡ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ചാറ്റ് മസാല തൂവി കൊടുക്കാം. ഇനി നമുക്ക് ചപ്പാത്തി ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് വയ്ക്കാനായിട്ട് ഒരു ഫില്ലിംഗ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വേവിച്ച പൊട്ടാറ്റോ, അതിലേക്ക് സവാള ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത്, പച്ചമുളക്, ചാറ്റ് മസാല, മല്ലിയില എന്നിവ നന്നായിട്ട് മിക്സ് ചെയ്തതാണ് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് എടുത്തേക്കുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പൊട്ടാറ്റോ ഫില്ലിംഗ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാലയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ടും നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാനും പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഇത് നമ്മുടെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്ന തവയാണ്. ഇതിൽ നമുക്ക് കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓരോ തവി ദോശമാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതിലിപ്പോൾ ഞാൻ ന്യൂട്ടെല്ലയാണ് സ്റ്റഫ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റഫിങ് ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ചിക്കൻ്റെ മസാലയോ അതുപോലെ തന്നെ ഫിഷിൻ്റെയോ വെജിറ്റബിൾസോ പനീറോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് തവിയിൽ കുറച്ച് മാവെടുത്ത് ഈ സ്റ്റഫിങ് ഒന്ന് മൂടി കൊടുക്കണം. ഇതുപോലെ ഇതിൻ്റെ
മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ നെയ്യാണ് ചേർത്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ച് എടുക്കാനായിട്ട്. ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം, അപ്പുറത്തെ സൈഡും നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ അകം വേഗില്ല, പുറമൊന്ന് ജസ്റ്റ് കരിഞ്ഞു പോകുകയുള്ളൂ. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ച് എടുക്കാനായിട്ട്. അങ്ങനെ ദോശമാവ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സ്റ്റഫ്ഡ് ഉണ്ണിയപ്പംസ് റെഡിയാണ്. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ 4 മണിക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനും പറ്റുന്ന നല്ല ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലഞ്ച് ബോക്സ് പാക്കിംഗ് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.